സൈനികമായി പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലും അമേരിക്കയും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൊസാദ് അടക്കമുള്ള രഹസ്യ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവിടെ സാമ്പത്തികപരമായിരിക്കുന്ന ഭദ്രത തകർന്നതും കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ഇറാനിൽ ഉടനീളം നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വരികയായിരുന്നു. ഏറെക്കുറെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാന്റെ സൈന്യ സംഘം ആ ഭാഗങ്ങളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് ഒതുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. എന്നാൽ ചിലയിടങ്ങളിൽ ഈ വിവരങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരുന്ന നഗരപ്രാന്ത പ്രദേശങ്ങളിൽ കോളേജ് തലത്തിലൊക്കെ വിദ്യാർത്ഥികൾ റോഡിലിറങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിന് നേതൃത്വം നൽകി. രാജ്യം അപകടാവസ്ഥയിലാണെന്നും സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്നു, കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു, ഈ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 2-3 വിഷയങ്ങൾ എന്ന് പറയുന്നത്, ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഭയപ്പെടുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രമാണ്. സൈനികമായ രീതിയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിരോധ ശേഷിയുള്ള ഒരു രാജ്യം എന്ന നിലക്കും മിസൈൽ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കരുത്തുള്ള ഒരു രാജ്യം എന്ന നിലക്കും അവരെല്ലാ കാലത്തും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ നടത്തിയ 12 ദിന യുദ്ധം അത് തെളിയിക്കുകയും ചെയ്തു. എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉള്ളിടത്തിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സമ്പന്നമായിരിക്കുന്ന സൈനികമായിരിക്കുന്ന ബലമുള്ള അമേരിക്കയുടെ പിന്തുണയുള്ള ആ സൈനിക ശക്തിയെ 12 ദിവസം കൊണ്ട് തകർത്തെറിഞ്ഞു എന്നുള്ളത് ലോക ഭൂപടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടും മാനക്കേടും ഉണ്ടായി. അമേരിക്കക്കും അതിൻ്റെ തൊട്ടടുത്ത ദിവസം മറുപടി കിട്ടി എന്നുള്ളതാണ്. അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. അതുകൊണ്ട് ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത്. പിന്നീട് സൈനികമായ രീതിയിൽ ഒരു യുദ്ധ സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കി അവരെ ഒതുക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കുക എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു വിഷയകാര്യങ്ങൾ അവിടെ ഇല്ല. സാമ്പത്തിക തകർച്ച, അതായത് മൂല്യത്തിന് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭ രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇസ്രായേലിൻ്റെ മൊസാദ് സംഘവും അമേരിക്കയുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗം കൊണ്ട് സംയുക്തമായി ചേർന്നിട്ട് ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. ഇറാൻ ആരോപിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ജനാധിപത്യപരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് രാജ്യത്തിലെ പൗരന്മാർക്ക് പരാതികളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ആരാണോ പരാതിക്കാർ, ആ പരാതിക്കാരുമായി നേരിട്ട് സർക്കാരിന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഈ കാര്യമാണ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നവർക്ക് ഒരു നേതൃത്വമില്ലെന്നും ഒരു നേതാവില്ലെന്നും സംസാരിക്കാൻ ആളില്ലെന്നും വ്യത്യസ്ത തലങ്ങളിൽ യോജിപ്പില്ലാത്തവരും പരസ്പരം അറിയാത്തവരും തമ്മിലുള്ള ഒരു സംഗമം മാത്രമാണ്. അത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്ത് നമ്മൾ സമര രീതികളൊക്കെ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതിനപ്പുറമായതിൽ യാതൊന്നുമില്ല എന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നീടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ 2006 കാലഘട്ടം 2016 സമാനമായിരിക്കുന്ന പ്രക്ഷോഭ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതും ഈ സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ 2022 വർഷത്തിൽ മറ്റൊരു പ്രക്ഷോഭം നീണ്ടു നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടായത് അവിടെ പർദ്ദയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പർദ്ദ ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മരണപ്പെട്ട ഒരു രീതി പുറത്തു വന്നു. അതോടുകൂടി ജനകീയമായിരിക്കുന്ന വലിയ വിഷയങ്ങളും വലിയ പ്രക്ഷോഭവുമായിട്ട് അത് മാറുകയും ചെയ്തു. ഇറാനിലുടനീളം ഏത് കാലത്ത് പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുകയാണോ അതിന് പിന്നാമ്പുറ യൂറോപ്യന്മാരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. സൈനികപരമായ രീതിയിൽ മുസ്ലിം രാജ്യങ്ങൾ ശക്തി സംഭരിക്കുന്നത് ഒരു കാലത്ത് അവർക്ക് ഇഷ്ടമല്ല. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഊന്നലായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൈനികപരമായ രീതിയിൽ സദ്ദാം ഹുസൈൻ വലിയ സൈന്യ ശക്തി സംഭരിച്ചു എന്നുള്ളത്. അതാണ് അടിസ്ഥാനം. ബാക്കി കാരണങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ സ്ഫോടക വസ്തുക്കളൊക്കെ രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ ഇറാഖിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത്. അമേരിക്ക പ്രസിഡന്റ് ജോർജ് ബുഷ്, അന്നത്തെ പ്രസിഡന്റായിരുന്ന ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് അവിടെ യുദ്ധമൊക്കെ നടത്തി എല്ലാം അവസാനിച്ചു. സദ്ദാം ഹുസൈൻ പിടികൂടി തൂക്കിലേറ്റി ഭരണമൊക്കെ അട്ടിമറിഞ്ഞു. അതിനുശേഷം ടോണി ബ്ലെയർ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം എവിടെയും ഇത്തരം ഒരു രാസായുധ നശീകരണ വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ അന്വേഷണത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയതിലും പിഴവ് പറ്റിയിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചതാണ്.
പിന്നീട് ലിബിയയിലേക്ക് കയറി ഗദ്ദാഫിയെ വെടിച്ചു കൊന്ന കാര്യം നമുക്കറിയാം. സൈനികപരമായ രീതിയിലെ ബലവും ശക്തിയും ഒരു മുസ്ലിം രാജ്യങ്ങൾ സംഭരിക്കുകയും അവർ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ തിരിയുകയുമാണെങ്കിൽ ഒരിക്കൽ പോലും അവർ വെച്ച് പുറപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ന് ഭൂമിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ്. അതുകൊണ്ട് സൈനികമായ രീതിയിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നൊരു സംവിധാനം അത് ബ്രിട്ടൻ്റെ തലച്ചോറിൽ നിന്നുണ്ടായതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം നൽകി അതിനുള്ള എല്ലാ വളക്കൂറും ഉണ്ടാക്കി കൊടുത്തത് അവരാണ്. അപ്പോൾ തമ്മിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുഖ്യ ശത്രുവായിരിക്കുന്ന ബ്രിട്ടനെ ശ്രദ്ധിക്കാതെ പോകും എന്ന് അവർ മനസ്സിലാക്കി. അത് പിന്നീടുള്ള പല ഘട്ടങ്ങളിലും പല രാജ്യത്തും പ്രയോഗിക്കപ്പെട്ടതാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവം ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് അമേരിക്കയുടേതായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ നീക്കുപോക്കുണ്ട്. എതിർപ്പില്ലാത്തൊരു സ്ഥിതി വരും. പബ്ലിക് വേദികളിൽ ഇറാൻ അമേരിക്കയെ എതിർക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ വലിയ ആശ്വാസം കിട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം. ആ രീതിയിലാണ് ഇപ്പോൾ റൂട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്. ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കി നേതാവില്ലാത്ത സംഘടിതമില്ലാത്ത ഒരു വിഭാഗങ്ങളുടെ ഒരു ഏകോപനമാണ്. അതിൻ്റെ പിന്നാമ്പുറം അമേരിക്കയും ഇസ്രായേലും ഈ ഉള്ള ഒരു വിഭാഗം, അതായത് 2.5% ജൂതന്മാർക്ക് പൗരത്വമുള്ള രാജ്യമാണ് ഇറാൻ. അവരുടെ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏറെക്കുറെ ശാന്തമായ രീതിയിൽ അവരുടേതായിരിക്കുന്ന തൊഴിൽ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്നവരാണ്. മറ്റൊരു വിഷയത്തിലും ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലൊന്നും ഇടപെടാത്തവരാണ് ഇറാനിലുള്ള ജൂത വിഭാഗം എന്ന് പല റിപ്പോർട്ടിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മേഖലയിൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മറ്റുള്ള മേഖലയിൽ ഏതൊക്കെ മേഖലയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു പരിശോധന ഇപ്പോൾ ഇറാൻ നടത്തുന്നു. ഒരു കാര്യം അവർ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, ഇതിന് വിദേശ സംവിധാനത്തിന് അല്ലെങ്കിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഇടപെടലുകളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാതലായിരിക്കുന്ന വിഷയം. തങ്ങളത് കണ്ടെത്തുകയും തങ്ങളത് പരിശോധിക്കുകയും പിടികൂടുകയും കനത്ത ശിക്ഷ നൽകുകയും ചെയ്യും. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഘട്ടം ഭയാനകരമായിരുന്ന ഘട്ടമായിരുന്നു. സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുന്നു, ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു, സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നു, അവിടെ ആണവായുധ കേന്ദ്രത്തിൽ നിന്ന് ആക്രമണം നടത്തുന്നു, എല്ലാം ഒരേ സമയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇറാനെ ഞെട്ടിച്ചു, ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് ഘട്ടം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഒരു കൃത്യതയോട് കൂടിയിട്ട് ഇതിൻ്റെ നാശത്തെക്കുറിച്ചും തിരിച്ചടിയെക്കുറിച്ചും ഒരു ബോധം വന്നത് എന്നുള്ളതാണ്. തിരിച്ചടി കനത്തതോട് കൂടിയിട്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ മുറിപ്പാടുണ്ടായി. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇത്രയും വലിയ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള കരുത്തുള്ള രാജ്യമാണ് എന്ന് ഈ 12 ദിവസം കൊണ്ട് ഇറാന് ലോകത്തിന് മുൻപ് തെളിയിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം പിന്നീട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിനെ തന്നെ അവർ സൃഷ്ടിക്കുകയും വലിയ വ്യാപകമായ രീതിയിൽ ആ രാജ്യത്തുടനീളം അന്വേഷണം നടത്തുകയും അങ്ങനെ ഏകദേശം 1200-നും 1500-നും ഇടയിലുള്ള ഇസ്രായേലി ചാരന്മാരെ പിടികൂടുകയും 300-ലധികം പേർക്ക് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടായതാണ്. പല ആളുകളെയും പിടികൂടുന്ന സമയത്ത് വെറുതെ വധിക്കുകയല്ല ചെയ്ത് അവരുടെ കൈവശത്തിലുള്ള പരമാവധി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ പോലും മൊസാദിൻ്റെ ചാരന്മാരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലും ഇത് ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുകയും ഇസ്രായേൽ ഈ സംഘത്തിൽപ്പെട്ട പല ആളുകളെയും തിരിച്ചു ചോദിക്കുകയും ചെയ്തു. സാമ്പത്തികമായ രീതിയിലോ അല്ലാത്ത രീതിയിലോ തങ്ങൾ ഇറാനെ സഹായിക്കാൻ തയ്യാറാണ്. ഇത്ര ആളുകൾക്ക് 35 പേരറ്റാണ് ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചത്. അതിൽ പരമാവധി ആൾക്കാർക്കൊക്കെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. അവരുടെ മൃതദേഹം പോലും തിരിച്ചു നൽകില്ല എന്നുള്ളതാണ് ഇറാൻ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി. വധശിക്ഷയ്ക്ക് വിധേയമായി എന്നുള്ളത് മാത്രമല്ല, അവരുടെ മൃതദേഹം പോലും നിങ്ങൾക്ക് തിരിച്ചു നൽകില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത ഒരു വിഭാഗത്തിനും വധമല്ലാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ ഏറ്റവും ലളിതമായ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്തില്ല എന്നുള്ള മറുപടി അന്ന് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ആ ഘട്ടത്തിലൊന്നും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരുണ്യമായിരിക്കുന്ന ഒരു നീതി ഇറാൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇസ്രായേലിന് മറുപടി പറയുകയും ചെയ്തു. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് സംശയിക്കുകയും വലിയ അന്വേഷണം നടത്തുകയും ചെയ്തു. കാര്യം എന്ന് പറയുന്നത് അതിനൊരു നേതൃത്വ നിരയില്ല, സംവിധാനങ്ങളില്ല, ഏകോപനമില്ല, വിളിക്കുന്ന
പോലും ഒരുമിച്ചല്ല. ഒരു ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് വിളിക്കുന്ന മുദ്രാവാക്യമല്ല വടക്ക് ഭാഗത്ത് നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില പ്രക്ഷോഭകാരികളെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പുറത്തിറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നീട് അത് യുവ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അത് ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം, പിന്നീട് യുവാക്കന്മാരുടെ പ്രക്ഷോഭം, അതിനുശേഷം ജനകീയ പ്രക്ഷോഭം. ഏറെക്കുറെ നേപ്പാളിൽ വന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ അവിജാതിരമായിട്ട് നടന്നിരിക്കുന്ന ഒരു സംബന്ധിച്ച പെട്ടെന്നൊരു അട്ടിമറിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ജനകീയത മാത്രമല്ല, അവിടെ സൈനികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്തു. ആ രീതിയിലുള്ളൊരു ശ്രമം ഇറാനിൽ നടക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പിന്നാമ്പുറ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത്. പിന്നീടാണ് നടക്കാത്തൊരു കേസാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് രീതിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ പ്രക്ഷോഭ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങി. അതും എവിടെയും എത്താത്ത രീതിയിൽ അടിച്ചു ഒതുക്കി പാകപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഇതാദ്യമായിട്ടല്ല ഇറാൻ്റെ അകത്തുണ്ട്. പല ഘട്ടങ്ങളും പല രൂപത്തിലും പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും അതിജീവിക്കാൻ കാട്ടില്ല, വലിയ ആയുസ് അതിനൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ മരണം വിധിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്.